കാര്യമായിട്ട് പ്ലാനിംഗ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഈവനിങ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ചു ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, എമിക്കുട്ടിക്ക് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാം, അതുപോലെ ഷൂ ഒക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് റെഡ്സി മാളിലേക്കാണ്. റെഡ്സി മാളിലെത്തി ഇവിടെ വന്ന് നൈക്കിൻ്റെ ഷോറൂമിലും അതുപോലെ തന്നെ അഡിഡാസിൻ്റെ ഷോറൂമിലും കയറി എമിക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഷൂസും അതുപോലെ ജാക്കറ്റൊക്കെ നോക്കുകയാണ്. പക്ഷെ പല സമയത്തും നമ്മൾ വരുമ്പോൾ ആൾക്ക് സൈസ് ഉള്ളതൊന്നും ഇവിടുന്ന് കിട്ടാറില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ്സി മാളിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എമിക്കുട്ടിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ലൊക്കാലാൻഡിൽ പോയിട്ട് ആ പെറ്റ്സിനെ കാണുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇനി വിചാരിച്ചു RNBയിലോ മാക്സിലോ പോയിട്ട് ഡ്രസ്സും ഷൂസൊക്കെ നോക്കാമെന്ന്. അങ്ങനെ നമ്മളിത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. RNBയിൽ വന്ന് ഡ്രസ്സും ഷൂസൊക്കെ നോക്കി നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ആൾക്ക് ടോയ്സിനുള്ള തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഈ ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ആൾക്ക് താല്പര്യമുള്ള ടോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ കയറി ലബൂബ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലബൂബ് കിട്ടിയപ്പോൾ. കാരണം ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ കോള പിടിച്ചിട്ടുള്ള ലബൂബ് വേണമെന്ന്. അതിനായിട്ട് തന്നെ 3-4 ലബൂബ് വാങ്ങിച്ചിട്ടും ഇതുപോലുള്ള ലബൂബ് അല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ തൊട്ടപ്പുറത്തുള്ളൊരു ഷോപ്പിലും കൂടെ കയറി എമിക്കുട്ടിക്ക് ജേഴ്സിയൊക്കെ വാങ്ങി ഞങ്ങളിനി നേരെ റെഡ്സിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മാക്കിലേക്കാണ്. മാക്കിൽ വന്ന എമിക്കുട്ടി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഹാപ്പി മീലാണ് കേട്ടോ, ടോയ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളിനി നേരെ വീട്ടിൽ പോവുകയാണ്.